സ്ത്രീകളുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട കേസിൽ കേരള പോലീസിന്റെയും അന്വേഷണം നടക്കുകയാണ്. ആലപ്പുഴ ചേർത്തല പള്ളിപ്പുറത്ത് മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തിയതിൽ കൂടുതൽ സ്ത്രീകളുടെ തിരോധാനവും അന്വേഷണ പരിധിയിലുണ്ട്. ബിന്ദു പത്മനാഭനും ജൈനമ്മയ്ക്കും പുറമെ 13 വർഷം മുൻപ് കാണാതായ ചേർത്തല വാരനാട് സ്വദേശിനി ഐഷക്കായാണ് തിരച്ചിൽ. പഞ്ചായത്ത് ജീവനക്കാരിയായിരുന്ന ഇവർ സ്ഥലമിടപാടിനായി അറസ്റ്റിലായ സെബാസ്റ്റ്യനുമായി ബന്ധപ്പെട്ടിരുന്നുവെന്നാണ് സൂചന. നമ്മുടെ ചേർത്തല മുനിസിപ്പൽ പ്രദേശത്ത് താമസിക്കുന്ന ആണ്. അത് ഇച്ചിരി കാലയളവായി, 10 വർഷത്തോളം ആയി കാണുമായിരിക്കും. ഇതുവരെ ഐഷയെ കണ്ടെത്തുവാനൊന്നും സാധിച്ചിട്ടില്ല. അത് ആദ്യഘട്ടത്തിൽ ചെറിയ അന്വേഷണം നമ്മുടെ സ്റ്റേഷൻ ബേസിൽ നടന്നല്ലാതെ പിന്നെ അന്വേഷണങ്ങളൊന്നും നടന്നിട്ടില്ല. അവിടെ ഈ സെബാസ്റ്റ്യൻ വന്നുപോയതായിട്ട് അവിടെയുള്ള ആളുകൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ വീടിന് സമീപത്തുള്ള സ്ഥലം കൂടിയാണ്. ആ സമയത്ത് തന്നെ പറഞ്ഞ് ഈ ബിന്ദുവിന്റെ കേസ് നടക്കുന്ന സമയത്ത് ഈ ഐഷയുടെ അവിടെ സെബാസ്റ്റ്യൻ വന്ന കാര്യങ്ങളൊക്കെ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. കഴിഞ്ഞിടക്ക് ഒരു മോൻ വന്ന് ഇങ്ങനെ അന്വേഷണമായിട്ട് മുന്നോട്ട് പോകാൻ പോകുന്നുവെന്ന് അവിടെ വന്ന് വന്ന് പറഞ്ഞതായിട്ട്. ഐഷ റിട്ടയർ ആയതാണ്, അവർ പെൻഷനും അങ്ങനെ ഉള്ള കാര്യങ്ങളും ഉണ്ടായിരുന്നു. അതൊക്കെ കൈവശപ്പെടുത്തി കാണും. ഇതിൻ്റെ അകത്ത് ഏറ്റവും പഴക്കം ബിന്ദുവിനെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഈ സുഭാഷിനുമായിട്ട് തന്നെ കണക്റ്റിംഗ് ആണ് ഐഷയെ കണ്ടെത്താനായിട്ട് സാധിച്ചിട്ടില്ല. ഏറ്റവും അവസാനമായിട്ടുള്ളതാണ് ജൈനമ്മയുടെ കേസ്. ജൈനമ്മയുടെ ഡിസംബർ മുതലാണ്. ഇത് DNA പരിശോധന നടത്തിയെങ്കിൽ മാത്രമേ റിസൾട്ട് വന്നാൽ. അതേസമയം ഏറ്റുമാനൂരിലെ ജൈനമ്മ തിരോധാന കേസിൽ കൂടുതൽ തെളിവുകൾ ക്രൈംബ്രാഞ്ചിന് ലഭിച്ചു. ജൈനമ്മയുടെ സ്വർണം സെബാസ്റ്റ്യൻ പണയം വെച്ചതായി കണ്ടെത്തി. പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്ത് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാനാണ് ക്രൈംബ്രാഞ്ച് സംഘത്തിന്റെ തീരുമാനം. വിവരങ്ങളുമായി കോട്ടയത്ത് നിന്ന് ജി ശ്രീജിത്തും ആലപ്പുഴയിൽ നിന്ന് ശരണ്യ സ്നേഹജന് ചേരുന്നുണ്ട്. ആദ്യം ശ്രീജിത്തിലേക്കാണ്. ശ്രീജിത്ത്, ഇവിടെ 3 സ്ത്രീകളുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട കേസിലാണ് ഈ സെബാസ്റ്റ്യനെ കേന്ദ്രീകരിച്ചിപ്പോൾ ഉള്ള അന്വേഷണം. അതിൽ മറ്റ് 2 കേസുകൾ, ഏറ്റവും ഒടുവിൽ പുറത്തു വന്ന ചേർത്തല സ്വദേശിനി, അത് 13 വർഷം മുൻപ് കാണാതായതാണ്. അതോടൊപ്പം കഴിഞ്ഞ ബിന്ദു പത്മനാഭനെ ഈ 2 പതിറ്റാണ്ട് മുൻപ് കാണാതായതാണ്. ആ 2 കേസിലും അന്വേഷണം നടത്തി തെളിയിക്കുന്നതിനേക്കാൾ എളുപ്പം ഒരുപക്ഷെ ക്രൈംബ്രാഞ്ചിനെ സംബന്ധിച്ച് ജൈനമ്മയുടെ കേസാകാം. അവിടെ നേരത്തെ തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. ഇരുവരും തമ്മിലുള്ള ഏത് തരത്തിലുള്ള ബന്ധമായിരുന്നു, അത്തരം സൂചനകളൊക്കെ ക്രൈംബ്രാഞ്ചിന് ലഭിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിലവിൽ ഏറ്റവും ഒടുവിൽ ഈ ജൈനമ്മയുടെ സ്വർണ്ണ സെബാസ്റ്റ്യൻ പണയം വെച്ചതായി കണ്ടെത്തിയിട്ടുണ്ടല്ലോ. അതെങ്ങനെയാണ് ഏതെങ്കിലും രീതിയിൽ ജൈനമ്മയെ കൊലപ്പെടുത്തിയ ശേഷം ആ സ്വർണം മോഷ്ടിച്ച് പിന്നീട് അത് പണയം വെച്ചു, ആ പണം സ്വന്തമാക്കി എന്നാണോ പോലീസിന്റെ നിഗമനം? അങ്ങനെ ഒരു നിഗമനത്തിലാണ് നിലവിൽ എന്തായാലും അന്വേഷണ സംഘം ഉള്ളത്. അതുമായി ബന്ധപ്പെട്ടാണ്, അതുകൊണ്ട് തന്നെയാണ് ഈ കൊലപാതകത്തിന് വകുപ്പ് ചുമത്തിക്കൊണ്ട്, തെളിവ് നശിപ്പിക്കൽ അടക്കമുള്ള വകുപ്പ് ചുമത്തിക്കൊണ്ട് പോലീസ് ഇയാളെ സെബാസ്റ്റ്യനെ അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യവും ഉണ്ടായിട്ടുള്ളത്. എന്തായാലും ഇതിൽ ഇനി ഒരുപാട് മുന്നോട്ട് പോകാനുണ്ട്. വളരെ പ്രധാനപ്പെട്ടത് DNA പരിശോധനാ ഫലമാണ്. അത് ജൈനമ്മയുടെ തന്നെ ശരീരാവശിഷ്ടങ്ങളാണോ എന്ന കാര്യത്തെക്കുറിച്ച് ഉള്ള ഒരു നിഗമനം ഉണ്ടായാൽ മാത്രമേ കാര്യങ്ങൾ ഇനിയും മുന്നോട്ട് പോവുകയുള്ളൂ. കാരണം സെബാസ്റ്റ്യൻ പരിപൂർണമായും ഈ കേസിനോട് നിസ്സഹകരിക്കുന്നു എന്നുള്ളതാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. പല കാര്യങ്ങളും ചോദിക്കുമ്പോൾ ആദ്യം മുതൽ ജൈനമ്മയെ അറിയുകയില്ല എന്നാണ് പറഞ്ഞത്. പിന്നീട് ജൈനമ്മയും ഒരുമിച്ച് ഫോൺ ഇരുവരുടെയും ഒരേ ലൊക്കേഷനിൽ ഉണ്ടായിരുന്നല്ലോ എന്ന ചോദ്യത്തിന് കാര്യമായ ഉത്തരം നൽകാൻ തയ്യാറായില്ല. ഏറ്റവും ഒടുവിൽ ജൈനമ്മയുടെ ഫോൺ തന്നെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അത് സെബാസ്റ്റ്യൻ ഒരു മൊബൈൽ ചാർജിങ് കടയിൽ അത് റീചാർജ് ചെയ്യുകയും അത് അല്ലാതെ അതിന്റെ പവർ ചാർജ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത് CCTVയിൽ കണ്ടെത്തിയതാണ് വളരെ നിർണായകമായത്. അങ്ങനെയാണ് ഇയാൾ തുടർച്ചയായി കള്ളം തന്നെയാണ് പറയുന്നത് എന്ന് ബോധ്യപ്പെടുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുള്ളത്. എന്തായാലും ഇതിനെല്ലാം പിന്നാലെയാണ് ഈ ജൈനമ്മയുടെ സ്വർണം കാണാതെ പോയി. ഫലത്തിൽ ഏതാണ്ട് 9 പവനോളം സ്വർണം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് കുടുംബം നൽകിയ മൊഴിയിൽ പറയുന്നത്. അങ്ങനെ ഒരു മൊഴി നൽകിയതിന് പിന്നാലെ നടത്തിയ പരിശോധനയിലാണ് സെബാസ്റ്റ്യൻ പലയിടത്തായി ഏതാണ്ട് 9 പവനോളം സ്വർണം പണയം വെച്ചിട്ടുണ്ട് എന്ന് കണ്ടെത്തിയത്. അതിന്റെ രേഖകളിലൊപ്പം തന്നെ ഈ കടക്കാരുടെ മൊഴി അടക്കം ക്രൈംബ്രാഞ്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ ജൈനമ്മയുമായി ബന്ധമുണ്ട്, മാത്രമല്ല ജൈനമ്മയുടെ സ്വർണ്ണമടക്കമുള്ള കാര്യങ്ങൾ സെബാസ്റ്റ്യൻ ഉപയോഗിക്കുന്നു എന്നതാണ് വലിയ സംശയത്തിലേക്ക് പോവുകയും തുടർന്നൊരു അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോവുകയും ചെയ്തത്. പോലീസിനെ സംബന്ധിച്ച് എളുപ്പമല്ല കാര്യങ്ങൾ. ക്രൈംബ്രാഞ്ച് സംഘം വലിയ ശാസ്ത്രീയ പരിശോധനാ ഫലം കൂടുതൽ ശേഖരിക്കാനുള്ള ശ്രമത്തിലാണുള്ളത്. കാരണം ഇങ്ങനെയൊരു കേസിൽ
പ്രതി സാധാരണഗതിയിൽ പ്രതിയെ ബ്രേക്ക് ചെയ്ത് ചോദ്യം ചെയ്യലിൽ പലതും പ്രതിയെ ബ്രേക്ക് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന സാഹചര്യമുണ്ട്. പക്ഷേ അത്രയും സരളമായി കാര്യങ്ങൾ പോകുന്നില്ല എന്നുള്ളതാണ് അന്വേഷണ സംഘം പറയുന്നത്. പ്രത്യേകിച്ച് ഏതാണ്ട് പ്രായം അത്രയധികം ഇല്ലെങ്കിൽ പോലും ആരോഗ്യപരമായ പല പ്രശ്നങ്ങളും സെബാസ്റ്റിനെ അലട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ചോദ്യം ചെയ്യലിൽ ഒരു പോലീസ് മുറ പലപ്പോഴും അവിടെ പരിമിതമായി മാത്രമേ ഉപയോഗിക്കാൻ കഴിയുന്നുള്ളൂ എന്നുള്ളതാണ്. മാനസികമായി പലതരത്തിലുള്ള രീതികൾ പോലീസ് അവലംബിക്കാറുണ്ടല്ലോ. ശാരീരികമായൊക്കെ പലപ്പോഴും ചോദ്യം ചെയ്യുന്ന രീതികളും പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ട്. എന്തായാലും ഈ കേസിൽ അത്തരം കാര്യങ്ങളൊന്നും ഫലത്തിൽ വർക്കാകുന്നില്ല എന്നുള്ളതാണ് ക്രൈംബ്രാഞ്ച് സംഘം ചൂണ്ടിക്കാണിക്കുന്നത്. SP ഗിരീഷ് പി സാരഥി, ഒപ്പം തന്നെ സാജൻ സേവ്യർ ഡിവൈഎസ്പി, അദ്ദേഹം കഴിഞ്ഞ ദിവസങ്ങളിലായി ചോദ്യം ചെയ്താൽ അല്പം കൂടി വ്യക്തത വരുമായിരിക്കും. അതോടൊപ്പം DNA പരിശോധനാ ഫലമാണ് നിർണായകം. എത്ര ദിവസത്തിനുള്ളിൽ പരിശോധനാ റിപ്പോർട്ട് ലഭിക്കുമെന്നാണ് കണക്കാക്കുന്നത് ശ്രീജിത്ത്? ടോമ്, ഇത് സാങ്കേതികമായി തെളിയിച്ച് വരേണ്ട സാധനമാണ്. എന്നിരുന്നാൽ തന്നെയും 2-3 ദിവസത്തിനകം ലഭിച്ചേക്കാനുള്ള സാധ്യതയാണുള്ളത്. നമുക്കറിയാം പല കേസുകളിലും DNA പരിശോധനാ ഫലങ്ങൾ സങ്കീർണമാകുന്ന സാഹചര്യം ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ കേസിൽ എങ്ങനെയാണ് സാധിക്കുക? പ്രത്യേകിച്ച് ശരീരാവശിഷ്ടങ്ങൾ, ശരീരത്തിന്റെ മുഴുവൻ ഭാഗങ്ങളുടെയും അവശിഷ്ടങ്ങളില്ല, ചില ഭാഗങ്ങളുടെ മാത്രമാണുള്ളത്. അത് കേന്ദ്രീകരിച്ച് പരമാവധി പരിശോധന വേഗത്തിൽ പൂർത്തിയാക്കി അന്വേഷണം ഈ DNA പരിശോധനാ ഫലത്തിലൂടെ ആര് ഈ കൊല്ലപ്പെട്ടത് എന്ന് തെളിയിക്കാനുള്ള വലിയ ശ്രമമാണ് ഫലത്തിൽ നടത്തുന്നത്. അത് 2-3 ദിവസത്തിനകം ലഭിക്കും. ഏറ്റവും മറ്റൊന്നുള്ളത്, ഈ എല്ലുകൾ മനുഷ്യൻ്റെതാണെന്ന് തന്നെ കഴിഞ്ഞ ദിവസം സ്ഥിരീകരിച്ചിരുന്നു. ഈ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ ഫോറൻസിക് സർജൻ ഉൾപ്പെടെയുള്ളവരുടെ പരിശോധനയൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം ഇനി പോസ്റ്റ്മോർട്ടം പരിശോധനയും നടന്നിട്ടുണ്ട്. അതിന്റെ വിശദാംശങ്ങൾ കൂടി ഫലത്തിൽ ക്രൈംബ്രാഞ്ചിൽ ഇന്ന് ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഇതൊക്കെ കാലപ്പഴക്കം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ലഭിക്കുമോ എന്നുള്ള ആശങ്കയുണ്ട്. കാരണം ഇത് കേവലം ഏതെങ്കിലും തരത്തിൽ കൊലപാതകം നടത്തി ശരീരം കുഴിച്ചിട്ട നിലയോ അല്ലെങ്കിൽ വെള്ളത്തിൽ പൊങ്ങി വന്ന ശരീരമോ ഒന്നും അല്ല. അതിനപ്പുറത്തേക്ക് ഈ കത്തിക്കരിഞ്ഞ നിലയിൽ ഉള്ള ഭാഗങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാകുന്നത്. അത് മറ്റെവിടെയെങ്കിലും ഇട്ട് കൊന്ന ശേഷം ഇവിടേക്ക് അവശിഷ്ടങ്ങൾ കൊണ്ടിട്ടതാണോ? അങ്ങനെ പല സംശയങ്ങളും ബാക്കിയാണ്. അതിൽ സാധാരണഗതിയിൽ ഇങ്ങനെ ഒരു കേസിൽ പിന്നീട് പ്രതിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുന്ന രീതിയാണ് പോലീസ് സ്വീകരിക്കാറുള്ളത്. പക്ഷെ ഇവിടെ അതൊരു വലിയ പരിമിതിയായി നിൽക്കുന്നു എന്നുള്ളതാണ് അന്വേഷണ സംഘം ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ പരമാവധി ഈ DNA പരിശോധനാ ഫലം 2-3 ദിവസം വരുന്ന സമയത്ത് തന്നെ സെബാസ്റ്റ്യൻ കസ്റ്റഡിയിൽ ഉണ്ടാകും. ഇപ്പോൾ നാളെയൊക്കെ കസ്റ്റഡിയിൽ ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്നാണ് കസ്റ്റഡി അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നത്. 10 ദിവസത്തേക്കാണ് കസ്റ്റഡി ചോദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് ലഭിച്ചാൽ ആ ഒരു കാലയളവിനുള്ളിൽ കൂടുതൽ വിശദമായ ചോദ്യം ചെയ്തുകൊണ്ട് ഇക്കാര്യത്തിലൊരു അന്തിമമായ വ്യക്തത വരുത്താൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് ക്രൈംബ്രാഞ്ച് സംഘത്തിനുള്ളത്. തീർച്ചയായും ശരണ്യ സ്നേഹജൻ കൂടി ചേർന്നുണ്ട്. ശരണ്യ, ഈ ജയനമ്മയുടെ തിരോധാന കേസിന് പിന്നാലെയാണ്, ആ മൃതദേഹാവശിഷ്ടം അവിടെ നിന്ന് കണ്ടെത്തുന്നതിന് പിന്നാലെയാണ് ബിന്ദുവിനെയും സെബാസ്റ്റ്യൻ കൊലപ്പെടുത്തിയിട്ടുണ്ടാകാമെന്ന ഒരു സംശയത്തിലേക്കും അന്വേഷണത്തിലേക്കും കാര്യങ്ങൾ നീങ്ങിയത്. അതോടൊപ്പം ഐഷയെ, പഞ്ചായത്ത് ജീവനക്കാരിയായിരുന്ന ഐഷയെ 13 വർഷം മുൻപ് കാണാതായ കേസിലും സെബാസ്റ്റ്യനെ സംശയിക്കുന്നുണ്ട്. ഇരുവരും തമ്മിൽ ബന്ധമുണ്ടായിരുന്നു എന്ന സൂചനകളാണല്ലോ പുറത്തു വരുന്നത്. അങ്ങനെ ഈ 13 വർഷം മുൻപ് ഈ ഐഷയെ കാണാതായപ്പോൾ അന്ന് കുടുംബം പരാതി നൽകിയിരുന്നു. അന്ന് സെബാസ്റ്റ്യനെ കേന്ദ്രീകരിച്ച് സംശയമുണ്ടായിരുന്നു. ടോമ, ഈ കേസുകളെല്ലാം വന്നിരിക്കുന്നത് ചേർത്തല പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ്. ഇപ്പോൾ ഏറ്റവും പുതുതായി നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഈ കേസുമായി ബന്ധപ്പെട്ട്, അതായത് ബിന്ദു പത്മനാഭൻ തിരോധാനവും ജയനമ്മ തിരോധാന കേസുകളുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തുന്ന 2 ടീമുകൾ, ഒന്ന് സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ തന്നെ കോട്ടയത്തുള്ള ടീമും ആലപ്പുഴ SP ഷൗക്കത്തലിന്റെ നേതൃത്വത്തിലുള്ള സംഘവുമാണ് കേസ് അന്വേഷിച്ചു വരുന്നത്. അതിൽ തന്നെ ബിന്ദു പത്മനാഭൻ തിരോധാന കേസ് അന്വേഷിക്കുന്ന അന്വേഷണ സംഘമാണ് ഇപ്പോൾ ഐഷയുടെ കേസ് കൂടി റഫർ ചെയ്ത് വരുന്നത് എന്നുള്ള വിവരമാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത്. ചേർത്തല പോലീസ് സ്റ്റേഷനിൽ നിന്നും ആ കേസ് ഫയൽ അവർ വാങ്ങുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ ഐഷയുടെ കുടുംബത്തെ സ്പെഷ്യൽ ബ്രാഞ്ച് ഈ ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ ബന്ധപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഈ 2012 ഈ പറഞ്ഞ രീതിയിൽ ഐഷയെ കാണാതാകുന്നത്. ഇവരെ ചേർത്തല വാർനാട് സ്വദേശിയാണ്. മുൻ